Hi guys, I'm going to share the tips which used by the rankers in their theory papers like law, audit, SM, so on. So for your practical papers, I already uploaded the video in here. So if you didn't watch, you can watch from here. Then let's go. Okay. So the first so like our previous video, like our practical papers paper presentation video, so we just divide this video two parts. So the point number one is common points, then point number two is subject wise points. Okay, the first and most one is common points. Okay, so in common points, the questions are frequently asked by the students. So just answering this questions. The first one, ഒന്നാമത് the structure ആണ്. So the first the structure. So how the questions എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട സ്ട്രക്ചർ ആണ്. സോ 3 പാർട്ട് ഉണ്ട്. സോ 3 പാർട്സ്. സോ 3 പാർട്സ് ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ. സോ ദ നമ്പർ 1 ആൻസർ ഓർഡർ. സോ ആൻസർ എങ്ങനെ ഓർഡർ ചെയ്യും, നമുക്ക് ഏത് ഓർഡറിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ദ ആൻസർ വിൽ ബി you just answering the questions, the best questions, answering to the questions which you have the confidence. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. കാരണം നമുക്ക് 3 hours ടൈം ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോകണം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സബ് പാർട്ട്. സോ ദ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് സ്റ്റുഡൻസ് ആസ്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് സബ് പാർട്ടിൻ്റെ ഒരു ഭാഗം. സോ പലപ്പോഴും നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരു കാര്യമാണ്. സോ ദ സബ് പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ആണ് ഇപ്പോൾ ഞാൻ എഴുതുന്നെങ്കിൽ, സോ അതിൽ നമുക്ക് എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും. സോ ആ എയും ബിയും സി എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ 4ൻ്റെ താഴെ വരണം, സോ അണ്ടറിൽ വരണം. ഓക്കെ, അപ്പം സി ദ ഓർഡർ ബിറ്റ്വീൻ ദ എ ബി സി ഈസ് ഇറലവൻറ്റ്. ഓക്കെ, എ ബി സി നിങ്ങൾക്ക് ബിയോ സിയോ ഫസ്റ്റ് ഏത് വേണമെങ്കിൽ എടുത്ത് എഴുതാം, പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെയാണ് വരുന്നത്. ബട്ട് വൺ തിങ്, ഓക്കെ, സോ വൺ തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ യുവർ എക്സാം ഹാൾ. സി നമ്മൾ ഓൾറെഡി ടെൻസ്ഡ് ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ടെൻസ്ഡ് ആണ്. സോ നിങ്ങൾക്കിപ്പം അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ യു ക്യാൻ ആൻസർ ദ അൺഓർഡേർഡ്. സോ അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്വസ്റ്റ്യൻ 1ൻ്റെ എ എടുത്തു, ദെൻ ക്വസ്റ്റ്യൻ 2ൻ്റെ ബി എടുത്ത് ചെയ്താൽ. സോ യു ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. സോ യു ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ഇൻ ദ എക്സാം. കാരണം ഓൾറെഡി നമ്മൾ ടെൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് നമ്മൾ ടെൻഷൻ ആകാൻ പാടില്ല. സോ യു ഓൾ നോ ദ സി എ രാംഹർഷ സാർ. സോ സാർ ഓൾസോ സെഡ് ലൈക്ക്, ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. നിങ്ങൾ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓർഡറിൽ എഴുതണം യാതൊരു നിർബന്ധമില്ല. ബട്ട് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഓർഡറിൽ എഴുതലാണ്. സോ നിങ്ങൾക്ക് പറ്റുമല്ലെങ്കിൽ ഇത് പ്ലാൻ ബി. സോ പ്ലാൻ എ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതുക. ദെൻ പ്ലാൻ ബി എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക. കാരണം നമ്മൾ ടെൻസ്ഡായിട്ട് നമ്മൾ ഒന്നും എഴുതാതിരിക്കുന്നതിനെക്കാട്ട് ഏറ്റവും ബെറ്ററാണ് നമ്മൾ എന്തെങ്കിലും എഴുതുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ. യെസ്, ദ ക്വസ്റ്റ്യൻ നമ്പർ എങ്ങനെ നമുക്ക് എവിടെ എഴുതണം എന്ന് വെച്ചാൽ, ദ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ ഏറ്റവും മുകളിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ മുകളിൽ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ 4A ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, Q4A എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ ബി നമ്മൾ എഴുതുമ്പോൾ Q4B എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ക്വസ്റ്റ്യൻ നമ്പറും വേണം, ദെൻ അതിൻ്റെ സബ് പാർട്ടും നമ്മൾ എഴുതിയിട്ടുണ്ടാകണം. സോ യു ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് യുവർ ക്വസ്റ്റ്യൻ 4B ഫ്രം ഹിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ 4B എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഫ്രഷ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റിംഗ് സെക്ഷൻ നമ്പർ ഓർ essay number is important. Okay, so for section number that is not important. Okay, section number നമുക്ക് important അല്ല. So for the
നമുക്ക് സെക്ഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്ലാൻ എ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് സെക്ഷൻ നമ്പർ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, സെക്ഷൻ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ക്ലോസസ് ഒന്ന് അവിടെ നിൽക്കട്ടെ, ക്ലോസ് പഠിക്കണമെന്നില്ല. നിങ്ങൾ സെക്ഷൻ നമ്പേഴ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്പേഴ്സ് പഠിക്കും. ഇപ്പോൾ സ്മോൾ കമ്പനി, പബ്ലിക് കമ്പനി, അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയി അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ബട്ട് സെക്ഷൻ നമ്പേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമുക്ക് ആക്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്ഷൻ നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ നമ്പർ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ എഴുതണ്ട. കാരണം നമ്മൾ എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മൾ എഴുതിയെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഗെയിൻ ചെയ്ത മാർക്കും കൂടി പോകും. ഓക്കെ, സോ എവരിബഡി ഓക്കെ. സോ ദ നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് സെക്ഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയാലും ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ട് ഇമ്പോർട്ടൻസ് ഇൻ ദ കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030 എന്നുള്ള ഇതുണ്ട്. ദ കമ്പനീസ് ആക്ട് 2030. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അങ്ങനെ പറഞ്ഞിട്ട് ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം. ദ നെക്സ്റ്റ്, ഫോർ എസ് എ നമ്പർ ഇറ്റ്സ് അൺലൈക്ക് ദ സെക്ഷൻ നമ്പർ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. യെസ്, ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്ഷൻ നമ്പർ, എസ് എ നമ്പർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ്, ഓൾസോ നമുക്ക് എന്താണ് അതിൻ്റെ ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ് എ നെയിം എന്ന് പറയാം, ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ നമ്പർ ആൻഡ് എസ് എ നമ്പർ. The next is short forms. So can we allow short forms in exam? Yes, that's allowed. Okay, that's allowed. ഏതാണ് allowed ആയിട്ടുള്ളത്? If you see the study material, the institute uses this, some particular short forms for particular things. So നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ഫോംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ AGM അതുപോലത്തെ കാര്യം. സോ നിങ്ങൾ ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നതിന് ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കാം, യൂസ് ഫുൾ ഫോംസ് ട്വൈസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആസ്ക്ഡ് അബൌട്ട് AGM കുറിച്ചാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, AGM കുറിച്ച് നമ്മൾ എഴുതുമല്ലോ. സോ ഫസ്റ്റ് 2-3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, AGM എഴുതാം. ദ എക്സാമിനർ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് ഫുൾ ഫോം AGM ഫുൾ ഫോം എന്താണെന്ന് എക്സാമിനർ മനസ്സിലാവും. ഓക്കെ, ദ നെക്സ്റ്റ് ടെക്നിക്കൽ ലാംഗ്വേജ്. സോ ടെക്നിക്കൽ ലാംഗ്വേജ് ലൈക്ക് ഇപ്പോൾ ഓഡിറ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ദെൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ. ഓക്കെ, സോ ദ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സജസ്റ്റ് ചെയ്യുന്നതാണ് കീവേഡ്സ് കാണാണ്ട് പഠിക്കണം. ദാറ്റ്സ് നോട്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ ഇപ്പോൾ ഓഡിറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി 2 to 3 times നിങ്ങൾ ലൈൻ ബൈ ലൈൻസ് നിങ്ങൾ പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പിന്നെ ടെക്നിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കീവേഡ്സൊക്കെ നമ്മളെ മൈൻഡിൽ നമുക്ക് ഉണ്ടാകും. ഓക്കെ, സോ അത് നിങ്ങൾ പഠിക്കാൻ വേറെ ടൈം എടുക്കേണ്ട ആവശ്യമില്ല. സോ പ്രോപ്പർലി നിങ്ങൾ എന്താണ്, അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഓഡിറ്റൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈൻ ബൈ ലൈൻസ് റീഡ് ചെയ്യുക. അതാണ് റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ലൈൻ ബൈ ലൈൻസ് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വേർഡ്സൊക്കെ നിങ്ങളുടെ ആ ഒരു മൈൻഡിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് വാട്ട് എവർ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് തന്നെ നമുക്ക് എഴുതണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ആ ഒരു കീവേഡ്സ് കാര്യങ്ങളൊക്കെ വന്ന് കിട്ടിയാൽ മതി. അതാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോപ്പർലി നമ്മൾ 2 to 3 times നമ്മൾ പിന്നെ റിവൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ഇറ്റ്സ് അവർ എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആൻസർ ചെയ്യുന്ന ടൈമിൽ സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ലൈൻസും ആ ഒരു പാരഗ്രാഫ്സൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ, സോ അതാണ് ദ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഇസ് മാർക്സ് വേഴ്സസ് കണ്ടൻറ്റ്. ഓക്കെ, ഹൗ ടു ബാലൻസ്, അതായത് നമ്മൾ എത്ര മാർക്കിന് എത്ര എഴുതണം എന്നൊക്കെ നമുക്കൊരു ഡൗട്ട്സ് ഉണ്ടാവും. ഓക്കെ, ദ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഡൗട്ടാണ് നമ്മൾ ഇത്ര എഴുതി ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്ക് തന്നില്ല. ഓക്കെ, സോ അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 മാർക്സിന് ഇഫ് ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫോർ 2 മാർക്സിനാണെങ്കിൽ സോ ഹിറ്റ് ദ പോയിന്റ്, എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് ജസ്റ്റ് എന്ത് ചെയ്യുക, 1-2 ലൈനിൽ സോ 1 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, 1 സെൻറ്റൻസ് എഴുതിയാൽ മതി. നമുക്ക് അതിനും കൂടുതൽ എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ബട്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം. ഓക്കെ,
സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഹിറ്റ് ദ പോയിന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. വാട്ട് ഇസ് AGM? AGM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AGM എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു 1 സെൻറ്റൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ബട്ട് ഇഫ് ദ ക്വസ്റ്റ്യൻ ആസ്ക് ഫോർ 3 മാർക്സ്, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പ്രൊവിഷൻ എഴുതണം. പ്രൊവിഷൻ എഴുതുക. നെക്സ്റ്റ് നിങ്ങൾ ആൻസറിലേക്ക് വരിക. ഇഫ് നോക്കാം, ഒരു എക്സാമ്പിൾ ഞാൻ തന്നത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ ക്വസ്റ്റ്യൻ ലൈക്ക് നോക്കാം, ഈസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ നെസസറി, ഹൗ ടു മെയിൻറ്റെയിൻ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ കം ടു ദ ആൻസർ. യെസ്, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ നെസസറി ആണ്. നെക്സ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതികൾ നിങ്ങൾ എന്ത് ചെയ്യാം, മെത്തേഡ്സ് കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അതിൽ റൈറ്റ് ചെയ്യാം. ദെൻ ഇഫ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഫോർ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സോ യൂസ് ദ ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ വിൽ റിവൈസ് ദ ദാറ്റ് ഫോർമാറ്റ് ലേറ്റർ. ദെൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾ വേണം. ഇപ്പോൾ ഒരു ടോപ്പിക്കാണ്, ഇപ്പോൾ AGM കുറിച്ചാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിന് വേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ്സ് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 4 പാരഗ്രാഫ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് 5th പോയിന്റ് എന്ന് പറയുന്നത്, സോ ദ പോയിന്റ് വൈസ് എഴുതണോ അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് എഴുതണോ എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് എ ഡൗട്ട്. യെസ്, so if you can see the toppers paper, they use blend of both points and paragraphs. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാരഗ്രാഫ്സിൽ സ്റ്റാർട്ട് ചെയ്യും, ദെൻ നെക്സ്റ്റ് പോയിന്റ്സ്, ദെൻ പാരഗ്രാഫ്സ്, അങ്ങനെ ആ ഒരു ബ്ലെൻഡ് ഓഫ് രണ്ടും കൂടി എന്താണ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, ദെൻ കീവേഡ് അണ്ടർലൈൻ ചെയ്യണോ, ദാറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, കീവേഡ് അണ്ടർലൈൻ ചെയ്യണം, ദാറ്റ്സ് നെസസറി. സോ കീവേഡ്, സോ ദ നെക്സ്റ്റ് ഡൗട്ട് ഈസ് കീവേഡ്സ് ഏതൊക്കെയാണ്. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രോപ്പർലി നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ആ ഒരു വേർഡ്സിന് നമുക്കിപ്പം ആ ഒരു വേർഡ്സ് നമുക്ക് മനസ്സിലാവും സ്റ്റഡി മെറ്റീരിയലിന്. സോ അതാണ് കീവേഡ്സ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമാണോ? നോ, ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമൊന്നുമില്ല. ബട്ട് ദ എക്സാമിനറിന് എന്താണ് അണ്ടർസ്റ്റാൻഡ് അല്ലേ, നിങ്ങൾ കുറച്ച് വലുപ്പത്തിൽ എന്ത് ചെയ്യാം, എക്സാമിനറിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ടുള്ള എന്താണ് കോൺസെപ്റ്റാണ്. എക്സാമിനർ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കോൺസെപ്റ്റ്. ഓക്കെ, സോ ദേ ഡോണ്ട് ലുക്ക് യുവർ പിന്നെ ഹാൻഡ് റൈറ്റിങ്സ്. ഓക്കെ, ദെൻ സ്ട്രൈക്കിംഗ് എറർ. ഇഫ് എനി എറേഴ്സ്, നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നതിന് നമ്മളത് എന്താ ചെയ്യുക, സോ നമ്മൾ കുത്തി വരയും. സോ അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനൊരു സംഭവം എഴുതിയായിരിക്കാം. ഇപ്പോൾ എനിക്കിത് സ്ട്രൈക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ മതി, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വര ഇടാം. നമുക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു വരയും ഇടാം. ഇങ്ങനൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് അങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് പേപ്പർ നമുക്ക് മനസ്സിലാവും. ദെൻ ഇപ്പോൾ ഒരു പാരഗ്രാഫ്സൊക്കെയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത്, ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ്, നമുക്ക് ഇതാണ് കോമൺ പോയിൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ഓരോ പർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഓഡിറ്റ് നമുക്കെന്ന് വെച്ചാൽ ഇതാ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസൻ്റ്ലി അത് ചോദിക്കുന്നില്ല. ഓക്കെ, ഇഫ് അറ്റ് ഓൾ നമുക്ക് ടുമോറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ക്സ് ലൈക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് ഇൻകറക്റ്റ് ആണ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, കറക്റ്റാണ് ഇൻകറക്റ്റ് ആണ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ് ദെൻ പ്രൊവിഷൻ എഴുതുക, എന്താണ് പ്രൊവിഷൻ എന്ന് എഴുതുക. തേർഡ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ടിൽ ഹിയർ എവരിബഡി ഓക്കെ. ദ നെക്സ്റ്റ് നമ്മൾ എസ് എ നമ്പർ അതുപോലെ തന്നെ എസ് എ നെയിം. ഓക്കെ, എസ് എ നമ്പർ എസ് എ നെയിം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ബോക്സ് ചെയ്യുക. ഓക്കെ, എസ് എ നമ്പറും എസ് എ നെയിംസും ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ലോ. സോ നിങ്ങൾ ഒരു 1000 ടൈംസ് നിങ്ങൾ ഈ ഒരു ഓർഡർ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. സോ ഞാൻ ഒന്നുകൂടി ഐ വിൽ റിവൈസ് വൺ മോർ ടൈം. സോ ഇഫ് എനിബഡി ഫോർഗെറ്റിംഗ്, സോ നിങ്ങൾക്കിത് റീകോൾ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ പ്രൊവിഷൻ എഴുതുക, ദ നെക്സ്റ്റ് നമ്മൾ ഫാക്ട് ഓഫ് ദി കേസ്,
നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുക. അനാലിസിസ് എന്തെല്ലാം എന്താവില്ല, നമ്മൾ പ്രൊവിഷനും ഫാക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, സോ പ്ലീസ് ഫോളോ ദിസ് ഫോർമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എസ് എം. ഫോർ എസ് എമ്മിന് നമ്മളിപ്പം നമുക്ക് സബ് ഹെഡിങ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും. സബ് ഹെഡിങ്സും എക്സ്പ്ലനേഷൻസ്. സോ ദ സബ് ഹെഡിങ്സ് ഇപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചു വിചാരിക്കാം. സോ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണെന്ന് വിചാരിക്കാം. സോ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയും. സോ ദാറ്റ്സ് ലോ ആണ് ആക്ച്വലി. സോ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു തരും. സോ അതാണ് സബ് ഹെഡിങ്. നമ്മളിപ്പോൾ അതിന് ഒരു 2 to 3 ലൈൻസ് നമ്മൾ ഇതിനും എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, സോ ദ എക്സ്പ്ലനേഷൻ നമ്മൾ ഒരു 2 to 3 ലൈൻസ് കൊടുക്കണം. ജസ്റ്റ് നമ്മൾ ഓൺലി നമ്മൾ സബ് ഹെഡിങ്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് കിട്ടില്ല. ഓക്കെ, സോ നമ്മളത് എന്ത് ചെയ്യണം, ഒരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് മാർക്സ് കിട്ടുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് ബ്രീഫ് ദ ടോപ്പിക് അറ്റ് സ്റ്റാർട്ട്. ഓക്കെ, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആസ്ക് ലൈക്ക് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോർ ബാങ്കിങ് സിസ്റ്റം. കോർ ബാങ്കിങ് സിസ്റ്റത്തിന് അഡ്വാൻറ്റേജസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ഷുഡ് നോട്ട് സ്റ്റാർട്ട് ലൈക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദി കോർ ബാങ്കിങ് സിസ്റ്റം അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, വാട്ട് ഈസ് എ കോർ ബാങ്കിങ് സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പതുക്കെ നമ്മൾ ആൻസറിലേക്ക് നമ്മൾ വരിക. ഓക്കെ, സോ ദാറ്റ്സ് എ സ്ട്രക്ചർ, ദാറ്റ്സ് എ വേ ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് എക്സാമിന് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ഓക്കെ, ദെൻ IDT I want to clarify one point. ഓക്കെ, സോ IDT നമുക്കറിയാം, നമുക്കൊരു സംസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് ഇപ്പം കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ അല്ലെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. is enough practical problems to gain marks. പ്രാക്ടിക്കൽ നമ്മൾ ആ ഒരു സംസ് മാത്രം മതിയോ മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട്? ഡെഫിനറ്റ്ലി നോ. നമുക്കതിന് പ്രൊവിഷൻസും കൂടി എഴുതണം. ഓക്കെ, സോ ദ മാർക്സ് നമുക്ക് ഗെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രൊവിഷൻ നമ്മൾ നോട്ടായിട്ട് കൊടുക്കണം. നമ്മൾ പ്രൊവിഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സമ്മിൽ നമുക്കിപ്പം അതിൻ്റെ താഴെ നമുക്ക് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ പ്രൊവിഷൻസ് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ സംസ് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടില്ല. സോ യു ഷുഡ് നോ വെരി വെൽ അബൌട്ട് ദ പ്രൊവിഷൻസ്. ഓക്കെ, so that's all about the paper presentation of the theory papers. Then all the best.